ഇറാനിൽ ട്രംപ് തൊടുക്കുന്ന അസ്ത്രം പാകിസ്ഥാന്റെ ചങ്കിനാണോ കൊള്ളുന്നത്? ഇറാനിലെ ആഭ്യന്തര വിഷയങ്ങളിൽ അമേരിക്ക ഇടപെടുമെന്ന സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെ പാക് സൈനിക ആസ്ഥാനത്ത് അടിയന്തര നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ട്രംപ് യുദ്ധത്തിന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാൻ എന്തിന് ഇത്രയധികം ഭയപ്പെടുന്നു? സമാധാനമായി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പാക് സൈനിക മേധാവി അസീം മുനീറും സംഘവും. എന്താണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ വരയ്ക്കുന്ന ആ പ്രതിസന്ധി? നോക്കാം. ഡൊണാൾഡ് ട്രംപ് തന്റെ രണ്ടാം ഊഴത്തിൽ ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇറാനിലെ നിലവിലെ പ്രക്ഷോഭങ്ങളിൽ അമേരിക്ക നേരിട്ട് ഇടപെട്ടാൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു അഗ്നിപരീക്ഷ തന്നെയായിരിക്കും. ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് പാക് സൈനിക മേധാവി അസീം മുനീർ, ISI മേധാവി അസീം മാലിക്കും മറ്റ് ഉന്നത ജനറൽമാരുമായി അടിയന്തര യോഗം ചേർന്ന് കഴിഞ്ഞു. ഈ ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്: ഇറാനെ ആക്രമിക്കാൻ ട്രംപ് പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയോ സൈനിക താവളങ്ങളോ ചോദിച്ചാൽ എന്തു ചെയ്യും? പാകിസ്ഥാന് മുന്നിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, ട്രംപിനെ അനുസരിക്കുക. അങ്ങനെ ചെയ്താൽ ഇറാനുമായിട്ടുള്ള അതിർത്തി കനലായി മാറും. രാജ്യത്തെ 20% വരുന്ന ഷിയ വിഭാഗം സർക്കാരിനെതിരെ തെരുവിലിറങ്ങും. പോരാത്തതിന് മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ശത്രുതയും സമ്പാദിക്കേണ്ടി വരും. രണ്ടാമത്തെ വഴി ട്രംപിനോട് നോ പറയുക എന്നതാണ്. എന്നാൽ അപ്രതീക്ഷിത തീരുമാനങ്ങൾ എടുക്കുന്ന ട്രംപിനെ പിണക്കുന്നത് നിലവിൽ സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന പാകിസ്ഥാൻ ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അമേരിക്കയുമായിട്ടുള്ള ബന്ധം വഷളായാൽ പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. അപ്പോൾ ഈ ചെകുത്താനും കടലിനും നടുവിൽ എന്നുള്ള അവസ്ഥയിലാണ് പാക് സൈന്യത്തെ ഇപ്പോൾ കുഴപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ ഇത്രയധികം ആശങ്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അതിർത്തികളിലേക്ക് നോക്കണം. അഫ്ഗാൻ അതിർത്തിയിൽ ഇപ്പോൾ തന്നെ താലിബാനുമായി പാകിസ്ഥാൻ നിരന്തരം ഏറ്റുമുട്ടുകയാണ്. അതിനിടയിൽ ഇറാൻ അതിർത്തി കൂടി അസ്ഥിരമാകുകയാണെന്നുണ്ടെങ്കിൽ അത് താങ്ങാനുള്ള കരുത്ത് പാക് സൈന്യത്തിനില്ല. ഇറാനിൽ ഒരു ഭരണമാറ്റമോ ആക്രമണമോ ഉണ്ടായാൽ ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ പാകിസ്ഥാനിലേക്ക് ഒഴുകും. ഇത് പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷയെ തന്നെ താറുമാറാക്കും. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയൊക്കെ ആക്രമണങ്ങളിൽ ഇറാൻ ഇപ്പോൾ തന്നെ പ്രതിരോധത്തിലാണ്. ഇതിനിടയിലേക്കാണ് ട്രംപിന്റെ വരവ്. പാകിസ്ഥാന്റെ വ്യോമാതിർത്തി വഴി ഇറാനെ ലക്ഷ്യം വയ്ക്കാൻ അമേരിക്ക നീക്കം നടത്തിയാൽ അത് പാകിസ്ഥാനിലെ ആഭ്യന്തര സമാധാനത്തെ പൂർണ്ണമായും തകർക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതാണ് അസീം മുനീർ വിളിച്ചു ചേർത്ത യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ISI മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ദൗത്യമാണ് നൽകിയിരിക്കുന്നത്. തുർക്കി, ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്തി ഒരു മധ്യസ്ഥ വഴി കണ്ടെത്താനാണ് പാകിസ്ഥാന്റെ നീക്കം. ചുരുക്കത്തിൽ ട്രംപിന്റെ ഓരോ ചുവടുവെപ്പും പാകിസ്ഥാന്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുകയാണ്. ഇറാനെ തകർക്കാൻ അമേരിക്ക ഇറങ്ങുമ്പോൾ അതിന് വളം വെച്ച് കൊടുത്താൽ പാകിസ്ഥാൻ അകത്തു നിന്ന് കത്തും. സഹായിച്ചില്ലെങ്കിൽ പുറത്തു നിന്ന് ട്രംപ് കത്തിക്കും. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര പ്രതിസന്ധികളിൽ ഒന്നാണിത്. അസീം മുനീറിന്റെ തന്ത്രങ്ങൾ പാകിസ്ഥാനെ ഈ കെണിയിൽ നിന്ന് രക്ഷിക്കുമോ അതോ പാകിസ്ഥാൻ വീണ്ടും മറ്റൊരു യുദ്ധത്തിന്റെ പ്രഭവ കേന്ദ്രമാകുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.